ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ലക്ഷങ്ങൾ ശമ്പളത്തിൽ കൊച്ചി മെട്രോ കാത്തിരിക്കുന്നു. നിരവധി ഒഴിവുകൾ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ അവസരം വന്നിട്ടുണ്ട്. അപേക്ഷ ഒക്ടോബർ 8 വരെ അപേക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അഥവാ KMRL ജോലി നേടാൻ അവസരം ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ ചീഫ് എഞ്ചിനീയർ, ജനറൽ മാനേജർ, ചീഫ് എഞ്ചിനീയർ തസ്തികയിലായിട്ടാണ് ഒഴിവുകൾ വരുന്നത്. കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക. താല്പര്യമുള്ളവർ കൊച്ചി മെട്രോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകണം. അതേപോലെ ഇതിലേക്ക് വരുന്ന അപേക്ഷാ തീയതി അവസാന തീയതി വരുന്നത് ഒക്ടോബർ 8 വരെയാണ്. ഇനി തസ്തികയും ഒഴിവുകൾ നോക്കാം. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ ജൂനിയർ എഞ്ചിനീയർ, അതേപോലെ ചീഫ് എഞ്ചിനീയർ, ജനറൽ മാനേജർ, ചീഫ് എഞ്ചിനീയർ താൽക്കാലിക റിക്രൂട്ട്മെൻറ്റ്. ജൂനിയർ എഞ്ചിനീയറിലേക്ക് ഒരു വേക്കൻസി, ചീഫ് എഞ്ചിനീയർ ഒരു വേക്കൻസി, ജനറൽ മാനേജർ ഒരു വേക്കൻസി, അസിസ്റ്റൻറ്റ് സെക്ഷൻ എഞ്ചിനീയർ ഒരു വേക്കൻസി എന്നിങ്ങനെയാണ് വിഭാഗങ്ങളുള്ളത്. ഇതിലേക്കുന്ന പ്രായപരിധി ജനറൽ മാനേജർ, ചീഫ് എഞ്ചിനീയർ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ജൂനിയർ എഞ്ചിനീയർ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അസിസ്റ്റൻറ്റ് സെക്ഷൻ എഞ്ചിനീയർ 32 വയസ്സ് വരെ പ്രായമുള്ളവർക്കും അപേക്ഷിക്കാം. ഇനി ഇതിലേക്ക് വന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ. ജനറൽ മാനേജർ അതുപോലെ ചീഫ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് AICTE അല്ലെങ്കിൽ UGC അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ IRSIയിൽ സേവനമനുഷ്ഠിക്കുകയോ ഡെപ്യൂട്ടേഷനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിലെ റിട്ടയർഡ് IRSE ഓഫീസർമാരോ പുനർനിയമന അടിസ്ഥാനത്തിലായിരിക്കണം. യോഗ്യത നേടിയതിനു ശേഷം കുറഞ്ഞത് 20 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. റെയിൽവേ അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ, സഹോദര കമ്പനികൾ അല്ലെങ്കിൽ റെയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടാതെ അല്ലെങ്കിൽ മെട്രോ ട്രെയിൽ കോർപ്പറേഷനുകൾ, സിഗ്നലിംഗ് അല്ലെങ്കിൽ ടെലികോം വകുപ്പിൽ റെയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മെട്രോ റെയിൽ കമ്പനികളിലോ ജോലി ചെയ്തുള്ള പരിചയമാണ് ഈ ഒരു വിഭാഗത്തിലേക്ക് വേണ്ടത്. അടുത്ത വേക്കൻസിയായ ജൂനിയർ എഞ്ചിനീയർ അതേപോലെ അസിസ്റ്റൻറ്റ് സെക്ഷൻ എഞ്ചിനീയറിലേക്ക് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും BE അല്ലെങ്കിൽ BTech, അതുമല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ. ജൂനിയർ എഞ്ചിനീയർക്ക് ട്രാക്ക് ഇൻസ്റ്റാളേഷൻ, അതേപോലെ ട്രാക്ക് ഘടകങ്ങളുടെ ഗുണനിലവാരം പരിശോധന എന്നിവയിൽ കുറഞ്ഞത് 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ പരിചയം ഉണ്ടായിരിക്കണം. അസിസ്റ്റൻറ്റ് സെക്ഷൻ എഞ്ചിനീയർക്ക് മെട്രോ, റെയിൽവേ അനുബന്ധ വ്യവസായത്തിൽ ട്രാക്ക് ഇൻസ്റ്റാളേഷൻ, ട്രാക്ക് ഘടകങ്ങളുടെ ഗുണനിലവാരം പരിശോധന എന്നിവയിലെ കർവ് ജ്യാമിതി, ടേൺ ഔട്ടുകൾ സ്ഥാപിക്കൽ എന്നിവയിൽ കുറഞ്ഞത് 5 വർഷത്തെ ജോലി പരിചയം വേണമെന്നും പറയുന്നുണ്ട്. ഇനി ഇതിലേക്കുന്ന ശമ്പളം. തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രതിമാസം 33,750 രൂപയ്ക്കും 2 ലക്ഷത്തിനും ഇടയിൽ ശമ്പളം ലഭിക്കും. അപേക്ഷിക്കേണ്ട വിധം. താല്പര്യമുള്ളവർ കൊച്ചി മെട്രോയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള കരിയർ പേജ് തുറന്ന ശേഷം എഞ്ചിനീയർ തസ്തിക തിരഞ്ഞെടുത്ത് ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകാം. ഒക്ടോബർ 8 മുൻപായിട്ട് അപേക്ഷകൾ നൽകണം. വെബ്സൈറ്റ് ഈ കാണുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.